ഞാൻ ആഫ്രിക്കയിൽ എത്തി. ഞാൻ എത്തിയപ്പോൾ എനിക്ക് ആദ്യമായി മനസ്സിലായത് ആഫ്രിക്ക എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. ഞാൻ പ്രസംഗിക്കേണ്ട കാര്യങ്ങളിൽ ആളുകൾക്ക് താൽപ്പര്യമില്ലായിരുന്നു. അവരിൽ ഒരാൾ പോലും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചില്ല. അത് എന്റെ ഹൃദയത്തെ തകർത്തു. പിന്നെ രാത്രിയിൽ ദൈവം എനിക്ക് ഒരു സ്വപ്നം തന്നു. ഞാൻ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു. ആഫ്രിക്കയുടെ ഭൂപടം, ആഫ്രിക്കയുടെ വലിയ വലിയ ഭൂപടം ഞാൻ കണ്ടു. യേശുവിന്റെ വിലയേറിയ രക്തത്തിൽ അത് എങ്ങനെ കഴുകിക്കളയപ്പെട്ടുവെന്ന് ഞാൻ പെട്ടെന്ന് കണ്ടു. പരിശുദ്ധാത്മാവിന്റെ നിലവിളി ഞാൻ കേട്ടു. ആഫ്രിക്ക രക്ഷിക്കപ്പെടും. തുടർച്ചയായി 4 രാത്രികൾ എനിക്ക് ആ സ്വപ്നം ഉണ്ടായിരുന്നു. 4-ാം രാത്രിക്ക് ശേഷം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവം എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. ജർമ്മനിയിൽ നിന്നുള്ള എന്റെ മിഷണറി സഹപ്രവർത്തകർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. ലെസോത്തോയെക്കുറിച്ച് സംസാരിക്കാം. ഞങ്ങൾ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ രാജ്യം അതായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ലെസോത്തോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം ആഫ്രിക്കയെക്കുറിച്ച് സംസാരിക്കുന്നു. അവന്റെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടാത്തതിനാൽ ഞാൻ ഇപ്പോൾ അവന്റെ പദ്ധതികളുമായി ബന്ധപ്പെടാൻ പോകുന്നു. ഞാൻ അവന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടു. തുടർന്ന് ആത്മാക്കളുടെ ഈ ഭീമാകാരമായ വിളവെടുപ്പിന്റെ അത്ഭുതം ആരംഭിച്ചു. ഒരു സ്ഫോടനം പോലെ. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടില്ല.